Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സുകൾ പോലെ തന്നെ മുൻ ക്ലാസ്സുകൾ നമ്മൾ ചെയ്ത പോലെ തന്നെ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. മുൻകാല പരീക്ഷകളിൽ ചോദിച്ച എക്സാമുകളിൽ ചോദിച്ച 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഒന്നാമത്തെ ചോദ്യം പറയുന്നത് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിലാണ്? റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഏത് കൃതിയിലാണ് എന്നാണ് ചോദ്യം. നോക്കുക, റിപ്പബ്ലിക് എന്ന ആശയം ഇത് ഏത് പുസ്തകം അല്ലെങ്കിൽ ഏത് ഗ്രന്ഥത്തിലാണ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ റൂസോയുടെ ദി സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതിയിലാണ് ആദ്യമായി അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന പ്രോഫിറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റൂസോ എന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒന്ന് സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹിക കരാർ സിദ്ധാന്തം, രണ്ടാമത്തെ എമിലി എന്ന് പറയുന്ന പുസ്തകം, അത് കഴിഞ്ഞാൽ കൺഫെഷൻ എന്ന പുസ്തകം. ഇത് മൂന്നും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അതോടൊപ്പം തന്നെ അതിന്റെ വളരെ പ്രശസ്തമായ ഒരു കോട്ടാണ് മാൻ ഈസ് ബോൺ ആസ് ഫ്രീ ബട്ട് ഹി ഈസ് ഓൾവേസ് ഇൻ ചെയിൻ. നമുക്കറിയാം മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായ്പ്പോഴും അല്ലെങ്കിൽ എപ്പോഴും അവൻ ചങ്ങലകളാണെന്ന പ്രശസ്തമായ കോട്ടും ആറുതാണ് ഈ ജീൻ ജാക്കസ് റൂസോ എന്ന് പറയുന്ന റൂസോയുടെ എന്താണ് മാൻ ഈസ് ബോൺ ആസ് ഫ്രീ ബട്ട് ഹി ഈസ് ഓൾവേസ് ഇൻ ചെയിൻ എന്ന ഗ്രന്ഥം ഒരു വാക്യവും അദ്ദേഹത്തിന്റെ മുദ്രാവാക്യവും റൂസോയുടെ എന്ന് ഓർത്തിക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ 3 പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് സോഷ്യൽ കോൺട്രാക്ട്, മറ്റൊന്ന് എമിലി, മറ്റൊന്ന് കൺഫെഷൻ. അപ്പൊ ഇത് സോഷ്യൽ കോൺട്രാക്റ്റിലാണ് റിപ്പബ്ലിക്കിനെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അതിൽ ജനാധിപത്യത്തെ കുറിച്ച് തന്നെ റൂസോ പറയുന്ന ഒന്നിങ്ങനെയാണ്, ഇഫ് ദി റൂൾസ് അഗൈൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി റൂളർ എന്നാകും. ഇഫ് ദി റൂൾസ് അഗൈൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ruler, if the rulers have the right to replace from their place എന്നാണ്. If the rules against the interest of rulers, the ruler have the right to replace from their place ആണ്. എന്നുവെച്ചാൽ ഭരണാധികാരികൾ ഭരിക്കപ്പെടുന്നവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഭരിക്കണമെങ്കിൽ അവരെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള അവകാശം, മാറ്റാനുള്ള റിപ്ലേസ് ചെയ്യാനുള്ള അവകാശം ഭരിക്കപ്പെടുന്നവർക്ക് ഉണ്ട് എന്നാണ്. കാര്യം മനസ്സിലായി? ഭരിക്കപ്പെടുന്നവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഭരിക്കുന്നതെങ്കിൽ ഭരിക്കുന്നവരെ ആ സ്ഥലത്ത് നിന്ന് റിപ്ലേസ് ചെയ്യാൻ അവകാശം ആർക്കുണ്ട്? ഭരിക്കപ്പെടുന്നവർക്കുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് അതിന്റെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട്. ഇതേപോലെ തന്നെ റിപ്പബ്ലിക്കിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. ഇതേപോലെ റിപ്പബ്ലിക്കിനെ കുറിച്ച് പറയുന്നത് ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഷുഡ് ബി ഇലക്ടഡ് ബൈ പീപ്പിൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആൻഡ് ഹാവ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് റിപ്പബ്ലിക് എന്ന്. അപ്പൊ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഷുഡ് ബി ഇലക്ടഡ് ബൈ പീപ്പിൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആൻഡ് ഹാവ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ചാൽ രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെ തെരഞ്ഞെടുക്കണം. രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെ തെരഞ്ഞെടുപ്പെടണം. അതോടൊപ്പം തന്നെ ഒരു എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെയുള്ള രാഷ്ട്രം നമുക്ക് എന്താ പറയാ? റിപ്പബ്ലിക് എന്ന് പറയാമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയി? ഇതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. അതേസമയം നമ്മൾ ബ്രിട്ടൻ എടുക്കുക. ബ്രിട്ടന്റെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് രാജ്ഞിയാണ് അല്ലെങ്കിൽ രാജാവാണ്. അതൊരിക്കലും ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളല്ല. ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്ന അത് പരമ്പരാഗതമായിട്ട് വരുന്നതാണ്. അതോടൊപ്പം തന്നെ ബ്രിട്ടനിൽ എന്തില്ല? ഒരു എഴുതപ്പെട്ട ഭരണഘടന. അതുകൊണ്ട് ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് അല്ല എന്ന് ഓർക്കുക. അപ്പൊ രാഷ്ട്രത്തലവന് ജനങ്ങൾ നേരിട്ടോ അല്ലാതെ, ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രപതിയെ നമ്മൾ ജനങ്ങൾ നേരിട്ടല്ല തെരഞ്ഞെടുക്കുന്നത്, എങ്കിലും നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികളാണ് ആര് രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇൻഡയറക്ട്ലി ജനങ്ങൾ തന്നെയാണ് നമ്മുടെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെ തെരഞ്ഞെടുക്കണം. അതോടൊപ്പം തന്നെ ഒരു എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങൾ നമുക്ക് റിപ്പബ്ലിക് എന്ന് പറയാം എന്നാണ്. അപ്പൊ ഇതാണ് റിപ്പബ്ലിക്. അപ്പൊ റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായിട്ട് വന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ജീൻ ജാക്കസ് റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതിയിലാണ്. അദ്ദേഹത്തിന് മറ്റു കൃതികളാണ് ഒന്ന് കൺഫെഷൻ, മറ്റൊന്ന് എമിലി. അതോടൊപ്പം മാൻ ഈസ് ബോൺ ആസ് ഫ്രീ ബട്ട് ഹി ഈസ് ഓൾവേസ് ഇൻ ചെയിൻ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഓർത്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇഫ് ദി റൂൾസ് അഗൈൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് റൂളർ, ദി റൂളർ ഹാവ് ദി റൈറ്റ് ടു റിപ്ലേസ് ഫ്രം ദർ പ്ലേസ് എന്ന ആ ഒരു കോട്ടും അദ്ദേഹത്തിന്റെ ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയില്ലോ? ഇതാണ് റിപ്പബ്ലിക് എന്ന ആശയവുമായി ബന്ധം. ഒന്നാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ചോദ്യം ഏതാണ്? റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നമുക്കറിയാം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഏകദേശം 8 തരം മണ്ണുകളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഏകദേശം 8 തരം മണ്ണുകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നമുക്കറിയാം എക്കൽ മണ്ണ്, അല്ലുവിൽ മണ്ണുണ്ട്, റെഡ് സോയിൽ ഉണ്ട്, ബ്ലാക്ക് സോയിൽ ഉണ്ട്, ലാറ്ററൈസ് സോയിൽ ഉണ്ട്, മാർഷി സോയിൽ ഉണ്ട്, പീറ്റ് സോയിൽ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതില് കരേവ സോയിൽ മറ്റൊന്ന് പ്രധാനപ്പെട്ട സോയിലായിട്ട് കണക്കാക്കുന്നു. കരേവ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട് കരേവ സോയിൽ. ഇതിലുള്ള ഒരു മണ്ണാണ് പ്രധാനപ്പെട്ട ലാറ്ററൈസ് സോയിൽ. അപ്പൊ ചോദ്യം ഇതാണ്, റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഓർത്തിക്കുക, റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്താണ്? ലാറ്ററൈറ്റ് സോയിലാണ്. ഏതാണ്? റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് പറഞ്ഞാൽ ലാറ്ററൈറ്റ് സോയിലാണ്.
ലാറ്ററൽ സോയിൽ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് അത് ലാറ്ററൽ സോയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൽ സോയിൽ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി മൺസൂൺ വെതറിംഗ് എന്ന് പറയാം. മൺസൂൺ കാലാവസ്ഥയിൽ രൂപം കൊള്ളുന്ന ഒരു മണ്ണാണ് ഏത് ഈ ലാറ്ററൽ സോയിൽ എന്ന് വെച്ചാൽ ഉയർന്ന താപവും അതോടൊപ്പം തന്നെ മഴയും. ഉയർന്ന താപവും അതോടൊപ്പം ഇടവിട്ടുള്ള മഴ. ആ മഴയും ഈ രണ്ട് കാലാവസ്ഥയിലും രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൽ സോയിൽ. അതുകൊണ്ടാണ് മൺസൂൺ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ മൺസൂൺ കാലാവസ്ഥയാണ്. ആ മൺസൂൺ കാലാവസ്ഥയിൽ രൂപം കൊള്ളുന്ന മണ്ണാണ് ഏത് ലാറ്ററൈസ് സോയിൽ എന്ന് പറയുന്നത്. ഇനി ഈ സോയിലിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് എന്ന് അലുമിനിയം അയിരാണ്. അലുമിനിയം അയിരും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മണ്ണായതുകൊണ്ടാണ് ഇതിന് ചുവപ്പ് കളർ വരുന്നത്. ഈ ലാറ്ററൈസ് സോയിലിന് ചെങ്കൽ മണ്ണ് എന്നും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഒരു ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഇതിൽ ചുവപ്പ് കളർ വരും. ചുവപ്പ് കളറിന്റെ പ്രത്യേകത റെഡ് ഓക്സൈഡ് ആണ് അല്ലെങ്കിൽ അയൺ ഓക്സൈഡ്. അപ്പൊ അയൺ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ് ഇതെന്ത് വരുന്നത്, ഇത് ചുവപ്പ് കളറായിട്ട് വരുന്നത്. അയണും അലുമിനിയം ധാരാളം ഉണ്ട്. അതോടൊപ്പം തന്നെ പോഷകാംശം വളരെ കുറവാണ്. നൈട്രജൻ തുടങ്ങിയ അല്ലെങ്കിൽ മഗ്നീഷ്യം, കാൽസ്യം ഇതൊക്കെ വളരെ കുറവാണ്. അയണും അലുമിനിയം കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ലാറ്ററൽ സോയിൽസ് നോർമലി നോട്ട് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. കൃഷിക്ക് വളരെ അനുയോജ്യമായ മണ്ണല്ല ഏത് ലാറ്ററൽ സോയിൽ. അതുകൊണ്ടാണ് നമ്മൾ ലാറ്ററൽ സോയിൽ കേരളത്തിലെ മണ്ണിൽ കൂടുതൽ വളം അതോടൊപ്പം കുമ്മായം വളമൊക്കെ കൂടുതൽ ചേർത്ത് നമുക്കത് ഫലപുഷ്ടി ഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നത് കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. പ്ലാന്റേഷൻ ക്രോപ്സ് പ്രധാനമായിട്ടും കുരുമുളക് അതോടൊപ്പം തന്നെ കാഷ്യൂ, റബ്ബർ ഇതിലെല്ലാം ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഏത് ലാറ്ററൽ സോയിൽ എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കും. അപ്പൊ ലാറ്ററൽ സോയിൽ മറക്കേണ്ട. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ലാറ്ററൽ സോയിലാണ്. റബ്ബർ കൃഷി മാത്രമല്ല കാഷ്യൂ, ടീ പ്ലാന്റേഷൻ, പെപ്പർ ഇങ്ങനെയുള്ള പ്ലാന്റേഷൻ ക്രോപ്സിനൊക്കെ ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൽ സോയിൽ. ലാറ്ററൽ സോയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണെന്ന് ഓർക്കുക. ഇറ്റ് ഈസ് ഫോംഡ് ബൈ മൺസൂൺ വെതറിംഗ്. മൺസൂൺ കാലാവസ്ഥയിൽ രൂപം കൊള്ളുന്ന ഒരു മണ്ണാണെന്ന് ഓർക്കുക. ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അലുമിനിയം അയണാണ് ഏറ്റവും കൂടുതൽ അടങ്ങിക്കുന്നത്. പോഷകാംശം വളരെ കുറവാണ്. സോ ഇറ്റ് ഈസ് വെരി നോട്ട് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അതേസമയം നൈട്രജൻ കുറവാണ്, അയണും അലുമിനിയം കൂടുതലാണ്. അതുകൊണ്ടാണ് ചുവപ്പ് കളറും എന്നും കൂടി ഓർത്ത് വെക്കുക. ഒരു ഇംഗ്ലീഷുകാരനായ ഫ്രാൻസിസ് ബുക്കാനനാണ് ഈ ലാറ്ററൽ സോയിൽ കണ്ടെത്തിയതെന്നും കൂടി മറക്കാതെ പഠിച്ചു വെക്കുക. ഫ്രാൻസിസ് ബുക്കാനൻ. ക്ലിയർ ആയിരിക്കും. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് ജോഗ്രഫിയുടെ ഭാഗത്താണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്കും. തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക. നോൺ കോൺഫിഡൻസ് മോഷൻ ഈസ് ഇൻട്രൊഡ്യൂസ് വിച്ച് കൗൺസിൽ ഓഫ് പാർലമെന്റ് എന്നാണ്. പാർലമെന്റിന്റെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ? ചോദ്യം മനസ്സിലായ? വിച്ച് കൗൺസിൽ ഓഫ് പാർലമെന്റ് നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻട്രൊഡ്യൂസ് എന്നാണ്. പാർലമെന്റിന്റെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്? അവിശ്വാസ പ്രമേയം നമുക്കറിയാലോ. ഈ അവിശ്വാസ പ്രമേയം പാർലമെന്റ്, രാജ്യസഭ, ലോക്സഭ ഇതിൽ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഓർമ്മിക്കാം, പാർലമെന്റിൽ ലോകസഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓർമ്മിക്കുക, നോൺ കോൺഫിഡൻസ് മോഷൻ പാർലമെന്റിൽ ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നതും പാസ്സാക്കുന്നതുമെല്ലാം ലോകസഭയിലാണെന്ന് ഓർമ്മിക്കുക. അവിശ്വാസ പ്രമേയം എന്ന് പൊതുവെ പ്രതിപക്ഷം ഭരണപക്ഷത്തിലെ മന്ത്രിമാർക്കെതിരെ അവതരിപ്പിക്കുന്ന ഒന്നാണ് ഏത് അവിശ്വാസ പ്രമേയം. ക്ലിയർ ആയി? പ്രതിപക്ഷം ഭരണപക്ഷത്തിലെ കേന്ദ്ര മന്ത്രിമാർക്കെതിരെ അവതരിപ്പിക്കുന്ന ഒന്നാണ് അവിശ്വാസ പ്രമേയം എന്ന് ഓർത്തിക്കുക. ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ അത് ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കണമെങ്കിൽ മിനിമം നീഡ് ഓഫ് 50 മെമ്പേഴ്സ് സപ്പോർട്ട് എന്നുണ്ട്. 50 പാർലമെന്റ് അംഗങ്ങളുടെ സപ്പോർട്ടോട് കൂടി മാത്രമേ ഒരു അവിശ്വാസ പ്രമേയം അവതരിക്കാൻ പാടൂ. അപ്പൊ അവിശ്വാസ പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ മിനിമം 50 ആളുകളുടെ സപ്പോർട്ടെങ്കിലും ഉണ്ടായിരിക്കണം. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി കൊടുക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി കൊടുക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. മിനിമം 50 ആളുകളുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെയോ അവിശ്വാസ പ്രമേയം ആയിരിക്കും. അപ്പോൾ ഒരു മന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം തന്നെ ആ മന്ത്രിസഭയ്ക്കെതിരെയുള്ളതായി കണക്കാക്കും. ഒരു മന്ത്രിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയമാണെങ്കിൽ പോലും അത് മന്ത്രിസഭയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയമായി അവതരിപ്പിക്കും. അപ്പോൾ ഒരു മന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ അതിനർത്ഥം ആ മന്ത്രിസഭയ്ക്കെതിരെയുള്ള മൊത്തം അവിശ്വാസ പ്രമേയം പാസ്സായി എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ ആ മന്ത്രിസഭ താഴെ വീണു എന്നാണ് അർത്ഥം. ക്ലിയർ ആയിരിക്കും? ഇതാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത്. ഇനി അവിശ്വാസ പ്രമേയം ഇന്ത്യയിൽ ആദ്യമായിട്ട് നേരിടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റുവിനെതിരെ നമ്മുടെ ആചാര്യ ജെ ബി കൃപലാനിയാണ് ആദ്യത്തെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട് നെഹ്റു വീണ്ടും പ്രധാനമന്ത്രിയായി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിൽ പൊതുവെ 3 മന്ത്രിസഭകളാണ് അവിശ്വാസ പ്രമേയത്തിന് പുറത്തെ. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യ റിപ്ലേസ്ഡ് ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞാൽ അവിശ്വാസ പ്രമേയത്തോടെ പുറത്തായ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് വെച്ചാൽ മിനിസ്റ്റർ വെച്ചാൽ VP സിംഗ് ആണ്. VP സിംഗ് മന്ത്രിസഭയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തിൽ പ്രധാനമന്ത്രി. രണ്ടാമത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത് AB വാജ്പേയി ഗവൺമെന്റ് ആണ്. മൂന്നാമത്തെ ദേവഗൌഡ ഗവൺമെന്റ്, അതോടൊപ്പം AB വാജ്പേയി. അപ്പൊ 3 മന്ത്രിസഭ അല്ലെങ്കിൽ 3 പ്രധാനമന്ത്രിമാരാണ് അവിശ്വാസ പ്രമേയത്തിൽ പുറത്താകുന്നത്. ആദ്യത്തേത് VP സിംഗ്, രണ്ടാമത്തെ HD ദേവഗൌഡ, മൂന്നാമത്തെ
AB വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി. ഇങ്ങനെ 3 പ്രധാനമന്ത്രിമാരാണ് അല്ലെങ്കിൽ 3 മന്ത്രിസഭകളാണ് പ്രധാനമന്ത്രിയും അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായതെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ്. ഒന്ന്, നോൺ കോൺഫിഡൻസ് മോഷൻ എന്താണ്, അത് എവിടെയാണ് അവതരിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തെ, ലാറ്ററൈസ് സോയിൽ അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് എന്താണെന്ന് വിളിച്ചു. മൂന്നാമത്തെ നമ്മൾ പഠിച്ചത്, ആദ്യത്തെ ചോദ്യം സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ നമ്മുടെ ദി റിപ്പബ്ലിക് എന്ന ആശയം എന്താണ്, റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിനോട് അനുബന്ധമായ കാര്യങ്ങളും പറഞ്ഞ് 3 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കാം. മിക്കവാറും എല്ലാ എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസ് ഒക്കെ നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം നല്ല ടോപ്പിക്കുമായി. അതുവരെ എല്ലാവർക്കും